ടോബി ജോൺസൺ കൂടി ചേരുന്നു കോട്ടയത്തും. ടോബി, കോട്ടയത്തും ഇന്ന് ഉച്ച കഴിഞ്ഞ് മുതൽ ആവേശത്തിന് ഒട്ടുമേ കുറവില്ല. കേരള കോൺഗ്രസ് ഏറ്റുമുട്ടുന്ന കേരള കോൺഗ്രസുകളുടെ അഭിമാന പോരാട്ടം നടക്കുന്ന സ്ഥലം. മാണി സി കാപ്പൻ പറഞ്ഞത് ഈ പറയുന്ന പാലാ നഗരസഭ ഇക്കുറി ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നു. LDF പറയുന്നത് അങ്ങനെയല്ല, ഇക്കുറിയും ഞങ്ങൾ പാലാ നഗരസഭ കയ്യിൽ വെക്കുമെന്ന് പറയുന്നു. പാലാ നഗരസഭയടക്കം ഒരുപാട് ആകാംക്ഷകൾ നിൽക്കുന്ന അവിടെയും ആവേശത്തിന് കുറവുണ്ടോ ടോബി? ഒട്ടും കുറവില്ല. നല്ല ആവേശത്തിലാണ് ഹാഷ്മി ഈ കോട്ടയം ജില്ലയുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തിയിലാണ്. കടുത്തുരുത്തിയിലെ ആവേശം നമുക്ക് കാണാൻ സാധിക്കും. പാലായിലേക്ക് നമ്മളിന്ന് പോകാഞ്ഞത് പാലായിൽ ജൂബിലി നടക്കുകയാണ്. പാലാ ജൂബിലി നടക്കുകയാണ്. അതുകൊണ്ട് കൊട്ടിക്കലാശം വേണ്ട എന്ന് പാർട്ടികളെല്ലാം തീരുമാനിച്ചു. പക്ഷേ അതിന് തൊട്ടടുത്തുള്ള കടുത്തുരുത്തിയിൽ അതിൻ്റെ ഇരട്ടി ആവേശമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതിൻ്റെ ഒരു ആവേശം. കേരള കോൺഗ്രസുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ജില്ല, UDF-ഉമായി പരസ്പരം ഏറ്റുമുട്ടുന്ന ജില്ല, UDF-ഉം LDF-ഉം പരസ്പരം ഏറ്റുമുട്ടുന്ന ജില്ല. അങ്ങനെ വാശി ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. എന്തായാലും എന്നോടൊപ്പം കേരള കോൺഗ്രസിന്റെ നേതാവ് സ്റ്റീഫൻ ജോർജ് ഉണ്ട്. ഈ കടുത്തുരുത്തി മേഖലയിൽ ഈ പ്രചരണത്തിൽ ചുക്കാൻ പിടിച്ച വ്യക്തിയാണ്. എങ്ങനെയാണ് ഇത്തവണ LDF-ന്റെ സാധ്യത? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടും ഇത്തവണ. അതിൻ്റെ പ്രകടനമല്ലേ ഇപ്പോൾ കാണുന്നത്. ഇവിടെ തന്നെ കണ്ടില്ലേ ജനങ്ങൾ എന്ത് സജീവമായിട്ടാണ് പങ്കെടുക്കുന്നത്. മൂന്ന് മുന്നണികളിലും ഏറ്റവും ശക്തമായ പ്രകടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ UDF-ന്റെ ഒരു വികസന വിരുദ്ധ നിലപാടിനെതിരെ ജനങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടുകൂടി കോട്ടയം ജില്ലയിൽ, പ്രത്യേകിച്ച് ഈ മേഖലയിൽ ത്രിതല പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാം ഇടതുപക്ഷ മുന്നണി ഭരിക്കും. ഇത് തന്നെയാണ് മോൻസ് പറയുന്നത്. മോൻസ് തൊട്ടപ്പുറത്തുണ്ട്. മോൻസ് ഇത് തന്നെയാണ് പറയുന്നത്. അല്ല, മോൻസ് എല്ലാ കാലത്തും ഇത് പറയുന്നതാണല്ലോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മോൻസ് ഇത് പറഞ്ഞു. പക്ഷേ ജയിച്ചതാരാ? ഇടതുപക്ഷ മുന്നണി. ജില്ലാ പഞ്ചായത്ത് 3 ജില്ലകൾ ഈ പ്രദേശത്ത് ഇടതുപക്ഷം ജയിച്ചു. കടുത്തുരുത്തിയിലൊക്കെ പ്രത്യേകിച്ച് മോൻസ് പറയുന്നത് മോൻസിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ ജോസഫും അതുപോലെ തന്നെ UDF-ഉം ഒക്കെ ജയിക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഈ ശക്തി ഞാൻ ജനങ്ങളെന്താ ചിന്തിക്കുന്നത്? ഇപ്പോൾ ഈ ബ്ലോക്ക് നടക്കുന്ന ഇപ്പൊ അവസാനത്തെ ഈ കലാശക്കൂട്ട് നടക്കുകയാണ്. ഇവിടെ വഴിയെല്ലാം ബ്ലോക്കായി, ആളുകൾ ബുദ്ധിമുട്ടിലാണ്. ഇത് ഉണ്ടാകാതിരിക്കാനാണ് MLA ആയിരുന്ന കാലത്ത് ഞാൻ ബൈപ്പാസ് ആരംഭിച്ചത്. പക്ഷേ 25 വർഷമായിട്ട് ആ MLA-ക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞോ? അത് പൂർത്തിയായെങ്കിൽ ഈ സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. അതിനാണ് വികസന വിരുദ്ധരായിട്ടുള്ള UDF-ന് വോട്ട് ചെയ്യാമെന്ന് ജനങ്ങൾ പറയുന്നത്. 25 വർഷമായിട്ട് ബൈപ്പാസ് ഇല്ല. അങ്ങനെ എന്തെല്ലാം കാര്യം ഈ നാട്ടിൽ ചെയ്യാനുണ്ട്. 600 റോഡ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. MLA-ക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ സ്ഥാനാർത്ഥി അവിടെ ഫാക്ടറി പൂട്ടിച്ചില്ലെന്ന അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. 2.5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥിയാണോ പൂട്ടിക്കേണ്ടത്? 25 വർഷം MLA. കോട്ടയത്ത് ആവേശത്തിന് ഒട്ടുമേ കുറവില്ല. കോട്ടയത്തും വലിയ ആവേശം. കാര്യം അവിടെയും ഇക്കുറി ചില അഭിമാന പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകൽ LDF-ന് ആലോചിക്കാൻ വയ്യ. ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകൽ UDF-ന് ആലോചിക്കാൻ വയ്യ. BJP-ക്കും NDA-ക്കും ഒക്കെ സ്വാധീനമുള്ള ചെറിയ പോക്കറ്റുകൾ അവിടെയും ഉണ്ട്. അങ്ങനെ വലിയ ആവേശം വ്യാപകം. കോട്ടയത്ത് മാത്രമല്ല, ഇന്ന് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന 7 ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളും ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ആവേശത്തിന് കുറവുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഇത്രത്തോളം വലിയ ആവേശമായത് നമ്മുടെ ഓർമ്മയിലില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ എല്ലാവരും ഇറങ്ങുന്നു. കാര്യം അത് അത്രത്തോളം ആവേശം ഗ്രൗണ്ടിൽ പ്രചരണ രംഗത്തുണ്ടാക്കിയിരുന്നു. താഴെത്തട്ടിൽ കഴിഞ്ഞ 2-3 ആഴ്ചയെ സാധാരണ പ്രവർത്തകർ, പാവങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. വീട് കയറിയും പോസ്റ്റർ ഒട്ടിച്ചും അവർ ഓരോരോ വീട് ഈ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അധ്വാനം നടക്കുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. അവിടെ താഴെത്തട്ടിലെ തെരഞ്ഞെടുപ്പാണ്. താഴെത്തട്ടിൽ അവർ കഷ്ടപ്പെടുകയായിരുന്നു. കഷ്ടപ്പെട്ട ആ പ്രവർത്തകരുടെ ഒരു എന്താണ് ആഗ്രഹ സാഫല്യം അല്ലെങ്കിൽ അവരുടെ ഒരു ആഘോഷം എന്ന് കൂടി വേണമെങ്കിൽ കുട്ടിക്കലാശം എന്ന് പറയാം. ഇതെന്തായാലും കേരളത്തിന്റെ മാത്രം കാഴ്ചയാണെന്ന് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് തദ്ദേശം പോട്ടെ, ഏതൊരു നിയമസഭയിലോ ലോക്സഭയിലോ പോലും ഈ കുട്ടിക്കലാശം എന്നുള്ളത് ജനാധിപത്യത്തിന്റെ മനോഹരമായ മഹോത്സവമായി മാറുന്ന ഒരു കാഴ്ച രാജ്യത്തെവിടെയും കേരളത്തിലല്ലാതെ ഇല്ല. കേരളത്തിന് അക്കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.